വന്നിരിക്കുന്ന ഇളിച്ചോണ്ട് 3 ദിവസം കൈയൊതുങ്ങി കിട്ടിയിട്ട് അവൻ വള്ളത്തെ കയറ്റി ഊന്നി ഇക്കര കൊണ്ടുവന്നിരിക്കുന്നു. ആശാജി അപ്പോ മുമ്പിന്ന് എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരച്ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? അതിന് തെരെ പിടിച്ചിട്ടപ്പോ സുഭാഷിനി എന്നെ വഴക്കു പറഞ്ഞല്ലോ. എടാ പൂളെ, അതങ്ങനെ. ഇതൊക്കെ തന്റെ ശുഭലക്ഷണമാ. ഇവൻ ഇത് എവിടുന്ന് കയറി വന്നടാ? കഴിഞ്ഞത് കഴിഞ്ഞു. എന്തെങ്കിലും നടക്കാനായിരുന്നേല് നടന്ന് കഴിയാനുള്ള. അതെ അതെ, കല്യാണക്ക് ചോദിച്ചുകൊണ്ട് വന്നേ. എന്തിനാ ചെലപ്പനാശാരി ഈ വേണ്ടാത്ത കളിക്കൊക്കെ പോണേ? അപകടമാ. തകരയ്ക്ക് ബുദ്ധി ഉറക്കാത്തവനാ. അവൻ എന്തേലുമൊക്കെ മണ്ടത്തരം കാണിക്കും, പിന്നെ അത് കുഴപ്പമായി തീരും. കൊള്ളാം, അവനേക്കാ വലിയ പൊട്ടൻ. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെന്തോ ചെയ്യാനാ? എങ്കിൽ പിന്നെ എന്തിനാ ഈ അതും ഇതും പറഞ്ഞു കൊടുത്ത്? അയ്യോടി യാമിൽ എന്താ വേണം? എപ്പോഴും ഓടിക്കറിച്ച് പറയാ വന്നാല്. കല്ലിയെടുക്കാൻ തയ്യൽ നിങ്ങൾ തീർത്തു പറഞ്ഞാൽ മതി. അവനിപ്പോ കല്ലുകെടുക്കലൊന്നും അല്ല വേണ്ടത്. എടാ മണ്ട, അവനിപ്പോഴാ ഓരോ വേണ്ടാതീനങ്ങളിൽ കമ്പം കയറി തുടങ്ങുന്നത്. ചിലർക്ക് അങ്ങനെ വൈകി വിഷം കയറും, ചിലർ അങ്ങനെ അങ്ങ് മച്ചിയായിട്ട് നിന്നും പോകും. ആശാരിക്ക് എന്തോ വേണം ഈ തകരയിലൊക്കെ വിഷം കയറ്റിയിട്ട്? ഏതായാലും പണ്ട് കണ്ട തകരയല്ലേ, തകര പച്ച പിടിക്കുന്നുണ്ടേ. ഒരു കണക്കിന് തകരയാ ഭാഗ്യവാൻ. അമ്മയും അച്ഛനും തമ്മി കീരിയും പാമ്പും പോലെ കഴിയുന്നതിനേക്കാൾ ഭേദമാണ് അമ്മയും അച്ഛനും ഇല്ലാതിരിക്കുന്നു. അതൊക്കെ സുഭാഷിനി എന്നോടുള്ള സ്നേഹം കൊണ്ട് വെറുതെ പറയുക. പിണങ്ങിയാലും ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും എപ്പോഴും കാണാമല്ലോ. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? സുഭാഷിനിക്ക് അറിഞ്ഞൂടാ എന്റെ വിഷമം. അത് കള, നമുക്ക് വേറെന്തെങ്കിലും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാഞ്ഞിട്ടല്ലയോ അവരിങ്ങനെ അക്കരെ ഇക്കരയായിട്ട് കഴിയുന്നത്? ആർക്ക് പോയി? പേരെ കൊന്നിട്ടുണ്ട് ഇവന്റെ അപ്പൂപ്പൻ. കേട്ടോതാരെ? 7 പേര്. അതേ പിന്നെ അപ്പന്റെ അപ്പൻ ഇവനെ വാങ്ങിച്ചോണ്ട് വന്നത്. സുഭാഷിനി ചുമ്മാ കള്ളം പറയുക. അപ്പൊ കള്ളം പറഞ്ഞ തകരയ്ക്ക് പിടി കിട്ടും. എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരച്ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? തകരയ്ക്ക് വെള്ളത്തിൽ തലയും കുത്തി നിൽക്കാവോ? ആഹാ, പഠിച്ചു കളഞ്ഞല്ലോ. ഇനിയും കാണണോ? 100 എണ്ണുന്നത് വരെ അങ്ങനെ തലയും കുത്തി തന്നെ നിൽക്കണം കേട്ടോ.
ഈ കാടി കോരി മേത്തൊഴിച്ച കൊച്ചെന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? തകര തന്നെ പറ. സുഭാഷിനി പിന്നെയും പോയി കുളിക്കും. ആ പിന്നെ ആദ്യം കരണക്കുറ്റി നോക്കി ഒറ്റ വീക്കങ്ങ് വെച്ച് തരും. പിടി. എന്റെ ഒരു ഭാരം. തകരെ ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്ന്. ആർക്ക്? നമ്മുടെ കിഴക്കയിലെ രാധയില്ലേ, അവക്ക്. സുഭാഷിനി ചുമ്മാ പറയുന്നതാ. അല്ലല്ല, അവൾ എന്നോട് പറഞ്ഞതാ. ഞാൻ എന്തോ പറയണോ അവളോട്? തകരയ്ക്ക് സമ്മതാന്ന് പറയട്ടെ. എന്തുവാടാ പുളു മാത്രം പറഞ്ഞു കളയരുത്. എന്തുണ്ടായതേ? ഒരൊറ്റ ആളോടും പറയല്ലെന്ന് സുഭാഷിനി സത്യം ചെയ്യിച്ചു വിട്ടതാ. അയ്യോടാ, എന്നോട് പറ, എന്നോട് മാത്രം. അയ്യോടാ, അവള് ചുമ്മാ അങ്ങ് സമ്മതിച്ചോ? ഒരേതിലും പറഞ്ഞില്ല. പുളു പഠിക്കല്ലേ? ഇല്ല, തകര പറയുന്നത് നേരാ.
തകരെ ഇത് നമ്മൾ അങ്ങോട്ട് അടിക്കുന്ന പോലെ അവൻ ഇങ്ങോട്ടൊരു കീച്ച് കീച്ചുന്നല്ലയോ?